അണ്ടർഗ്രൗണ്ട് ഡാൻസിങ്, കൊമേഴ്ഷ്യൽ ഡാൻസിങ് ഇതിനെ രണ്ടും രണ്ട് രീതിയിൽ കാണുന്നു എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതിന്റെ ഒരു ബ്ലെൻഡിങ് ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഉം. രണ്ടും ബാലൻസ് ചെയ്യുന്ന കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതലും അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളോട് കുറച്ചുകൂടി കൂടുതൽ റെസ്പെക്ട് ഫീൽ ചെയ്യാറുണ്ട്. കാരണം രണ്ടും രണ്ടും അതിൻ്റെതായ അതെ. ബുദ്ധിമുട്ടുകളുള്ള രണ്ട് ഏരിയാസ് ആണെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അണ്ടർഗ്രൗണ്ട് ഡാൻസിങ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു റൂട്ട്സ് ഫോളോ ചെയ്ത് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും ആ ഒരു കൾച്ചർ ജീവിക്കുക തന്നെ വേണം. ഒരു അണ്ടർഗ്രൗണ്ട് ഡാൻസർ എന്ന രീതിയിലൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ബാറ്റിൽസ് ആണെങ്കിലും ജാംസ് ആണെന്നുണ്ടെങ്കിലും അവര് റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റൈൽ ഓഫ് അല്ലെങ്കിൽ ആ ഒരു ആർട്ട് എന്ന് പറയുന്നത്, അതിനുള്ള അവസരങ്ങൾ ഇപ്പൊ ഇന്ത്യ അല്ലെങ്കിൽ കേരള വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര കുറവാണ്. ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടി വരും അവർക്ക് അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഷോക്കേസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിലോ ഒക്കെ. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്ത് അവരൊരു ഇവന്റ് ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രീ സ്റ്റൈൽ ബേസ്ഡ് ആയിട്ടോ ജാം ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് ഒരു ഓറിയന്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നാണെങ്കിൽ അത്രയും എഫേർട്ട് എടുക്കണം. Rien ne m'arrêtera, la mafia est avec moi.